മോഹൻലാൽ എന്ന് പറഞ്ഞ നടൻ്റെ സിനിമ കണ്ടിട്ട് ആൾക്കാർ പുറത്തിറങ്ങുമ്പോൾ ഞാൻ കണ്ടട എൻ്റെ ലാലേട്ടനെ എന്ന് പറയുന്ന അതാണ് ഞങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അപ്രിസിയേഷൻ. കാരണം അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല. കാരണം നമ്മൾ ആ ഒരു മനുഷ്യനെ കുട്ടിക്കാലം മുതൽ കാണുന്നതാണ്, ചെറുപ്പം മുതലേ കാണുന്നതാണ്. ലാലേട്ടൻ്റെ അടി, ലാലേട്ടൻ്റെ ഡാൻസ്, പാട്ട്, അല്ലെങ്കിൽ ഹ്യൂമറുകൾ, കോമഡികൾ, സങ്കടം. നമ്മൾ പുള്ളി നമ്മളെ കരയിപ്പിച്ച ഒരുപാട് സിനിമകളുണ്ട്. ഞാൻ ഇപ്പോഴും വന്ദനത്തിൻ്റെ അവസാനം ഞാൻ മെല്ലെ എണീച്ച് ഞാൻ നടന്നു പോകും. എനിക്കിപ്പോഴും കാണുമ്പോൾ സങ്കടം വരും. അത് ഒന്നും കൂടെ നോക്കിയിരുന്നെങ്കിൽ കാണാം എന്നുള്ള സിനിമയാണെന്ന് അറിയാം. എന്നിട്ടും ഭയങ്കര വിഷമം തോന്നുന്ന ഒരു പോയിൻ്റാണ് വന്ദനത്തിൻ്റെ ക്ലൈമാക്സ്. അതിലൊരുപാട് പടങ്ങളിൽ അച്ഛൻ വളരെ ക്ലോസ് ആയിട്ട് പുള്ളിയുടെ ഒപ്പത്തിനൊപ്പം നിന്ന് അഭിനയിക്കുന്ന സിനിമകളുമുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരാളെ നമ്മൾ തിരിച്ചു കൊണ്ടുവരികയല്ല ചെയ്തത്. എല്ലാവരും പറഞ്ഞത് ലാലേട്ടൻ തിരിച്ചു വന്നു. ലാലേട്ടൻ തിരിച്ചു വരാൻ എവിടെയും പോയിട്ടും ഇല്ലയാണ്. സോ നമുക്ക് ആ പുള്ളിക്ക് അഭിനയിക്കാൻ ഒരു സാധനം ഇട്ട് കൊടുത്തു, പുള്ളിക്ക് പെർഫോം ചെയ്യാൻ ഒരു സാധനം, ഒരു സ്റ്റേജ് ഒരുക്കി കൊടുത്തു. പുള്ളി പെർഫോം ചെയ്തു. റെസ്റ്റ് ഈസ് ഹിസ്റ്ററി. ബിനിച്ചേട്ടാ, ഈ ടോർപിഡോ എന്ന് പറയുന്ന സിനിമയുടെ ഒരു സ്കെയിൽ എന്താണ്? അങ്ങനെ ഇപ്പം ആദ്യം വന്ന പേരുകൾ കണ്ടുണ്ടാവുമല്ലോ, നസ്ലിൻ, അർജുൻ ദാസ്, ഗണപതി ആൻഡ് ഫഹദ് ഫാസിൽ. എവിടേക്ക് കണ്ടു ഫഹദ് ഫാസിൽ എക്സ്റ്റെൻഡഡ് ക്യാമിയ എന്നൊക്കെ, അങ്ങനെയൊന്നുമല്ല കേട്ടോ. ഒരു വേഷം തന്നെയാണ് ഫാഫ ചെയ്യുന്നത്. ഇറ്റ്സ് ബേസ്ഡ് ഓൺ എ ട്രൂ ഇവൻറ്റ്. ലൈക്ക് അതങ്ങനെയാണ്. എനിക്ക് അങ്ങനെ ഒരു കഥ കേട്ടപ്പം ഉണ്ടായ ഒരു തോട്ടും പിന്നെ അതിൻ്റെ മേലോട്ട് ഡെവലപ്പ് ചെയ്തെടുത്ത് ഈ സൗദിയുടെ കഥ തരുൺ എൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞ് ഞാനത് അഭിനയിക്കാമെന്ന് തീരുമാനിച്ച് കഴിഞ്ഞപ്പം ഞാൻ തരുണിൻ്റെ അടുത്ത് അങ്ങോട്ട് പറഞ്ഞ ഒരു കഥയാണ്, അതേ രാത്രി തന്നെ അങ്ങോട്ട് പറഞ്ഞൊരു കഥയാണ് ഞാൻ അന്ന് ഉണ്ടാക്കി വെച്ച കഥ. അപ്പം തരുൺ അതൊക്കെ പറഞ്ഞിട്ട് കൊള്ളാലേ ചേട്ടൻ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നതാണോ എന്ന് വെച്ച്. അവനല്ല, നീ ഡയറക്റ്റ് ചെയ്യും, ഞാൻ എഴുതും. ഞങ്ങളത് അന്ന് അവിടെ ഇട്ട് വെച്ചതാണ്. സമയമാവട്ടെ. അങ്ങനെ അത് കഴിഞ്ഞപ്പം തുടരും കഴിഞ്ഞ് സൗദി കഴിഞ്ഞ് മുന്നോട്ട് പോയി നമ്മൾ മെല്ലെ അതിലേക്ക് ഇങ്ങനെ കയറി. നമ്മൾ ഒരു പ്രൊഡ്യൂസർ കണ്ടെത്തി, ആഷിഖ് ഉസ്മാൻ അതിലേക്ക് വന്നു. ആഷിഖിനോട് ഇതേമാതിരി തല്ലുമാല നടക്കുന്ന സമയത്ത് നമ്മളെന്തൊക്കെയോ പപ്പു പടമൊന്നും ചെയ്യാൻ പ്ലാനില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അപ്പോൾ ഒന്ന് എഴുതുന്നുണ്ട്, തരുണാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ ജസ്റ്റ് ഒരു വൺ ലൈനർ ഞാൻ അങ്ങനെ പുള്ളീൻ്റെ അടുത്ത് പറഞ്ഞു. പുള്ളി ഓക്കെ എന്നൊക്കെ പറഞ്ഞ് പിറ്റേ ദിവസം രാവിലെ പുള്ളി എന്നെ വിളിച്ച് ചോദിച്ചാൽ ആ കഥ പറയാൻ താല്പര്യം ഉണ്ടെങ്കിൽ പറയട്ടോ എന്നാണ്. ഞാൻ ആഷിഖ് ഉസ്മാൻ കഥ പറയാൻ കഥ പറയില്ല അതുകൊണ്ട് കഥ പറഞ്ഞു. ആഷിഖ് ഉസ്മാൻ കഥ ഇഷ്ടമായി, നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു.